എന്താണ് ശാസ്ത്രം അഥവാ എന്താണ് സയൻസ്? ശാസ്ത്രത്തെക്കുറിച്ച് ലോകത്ത് നിരവധി നിർവചനങ്ങളുണ്ട്. എന്നാൽ ഈ പരമ്പരയിൽ നമ്മൾ ശാസ്ത്രം എന്ന വാക്ക് ഉപയോഗിക്കുന്നത് പൂർണ്ണമായും സയൻസ് എന്ന അർത്ഥത്തിൽ മാത്രമാണ്. ശാസ്ത്രം എന്നതൊരു പുസ്തകമോ ഒരു വ്യക്തിയോ ഒരു സിദ്ധാന്തമോ അല്ല. അത് ഒരു അന്വേഷണ രീതിയാണ്. എന്തുകൊണ്ട് എന്ന ചോദ്യത്തിൽ നിന്ന് തുടങ്ങുന്ന ഒരു യാത്ര. ഒരു സംഭവം കണ്ടാൽ അതിൻ്റെ കാരണം കണ്ടെത്തുക, ഒരാശയം മുന്നോട്ട് വെച്ചാൽ അത് പരീക്ഷിക്കുക, തെറ്റാണെന്ന് തെളിഞ്ഞാൽ തിരുത്തുക. ഇതാണ് ശാസ്ത്രത്തിൻ്റെ സ്വഭാവം. എന്നാൽ നമുക്ക് തുടങ്ങാം. പ്രിയപ്പെട്ടവരെ, ആയുർവേദത്തിൻ്റെ ശാസ്ത്രീയത എന്ന വീഡിയോ പരമ്പരയുടെ ഈ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അറിവും യുക്തിയും തെളിവുകളും വിശകലനം ചെയ്ത് നമുക്ക് സയൻസിനെ വിലയിരുത്താം. ചോദ്യങ്ങൾ ചോദിക്കാം, തർക്കിക്കാം, പഠിക്കാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റിൽ എഴുതുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. സമയം കളയുന്നില്ല, നമ്മൾ വിഷയത്തിലേക്ക് കടക്കുന്നു. ശാസ്ത്രത്തിന് ആരോടും പക്ഷപാതമില്ല. ഒരാശയം എത്ര വഴക്കമുള്ളതാണെന്നോ എത്ര പേർ വിശ്വസിക്കുന്നുവെന്നോ അതാരാണ് മുന്നോട്ട് വെക്കുന്നതെന്നോ ശാസ്ത്രത്തിന് പ്രസക്തമല്ല. തെളിവുകൾ അതിനെ പിന്തുണയ്ക്കുന്നുണ്ടോ എന്നത് മാത്രമാണ് ഏക ചോദ്യം. യുക്തിക്കും തെളിവുകൾക്കും മുന്നിൽ നിൽക്കുന്ന ആശയങ്ങളെ ശാസ്ത്രം സ്വീകരിക്കും. അതിന് കഴിയാത്ത അവകാശവാദങ്ങളെ തള്ളിക്കളയും. എങ്ങനെയാണ് സയൻസ് അറിവ് സമ്പാദിക്കുന്നതും രേഖപ്പെടുത്തുന്നതും? നിരീക്ഷണം, പഠനം, പരീക്ഷണം. ആ പരീക്ഷണങ്ങളിൽ നിന്ന് ലഭിക്കുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിലുള്ള നിഗമനങ്ങൾ, അവയുടെ കൃത്യമായ രേഖപ്പെടുത്തൽ, പിന്നീട് അതേ കാര്യങ്ങൾ മറ്റുള്ളവർക്ക് വീണ്ടും പരിശോധിക്കാനും സ്ഥിരീകരിക്കാനും കഴിയുന്ന രീതിയിൽ ആ അറിവിനെ കൈമാറൽ. ഒരു ശാസ്ത്രീയ അന്വേഷണത്തിന് സാധാരണ 5 ഘട്ടങ്ങളുണ്ട്. ഒന്നാമത് നിരീക്ഷണം, രണ്ടാമത് ഒരു വിശദീകരണം അഥവാ ഹൈപ്പോത്തസിസ്, മൂന്നാമത് ആ ആശയം പരീക്ഷണങ്ങളിലൂടെ പരിശോധിക്കൽ, നാലാമത് ഫലങ്ങൾ രേഖപ്പെടുത്തൽ, അഞ്ചാമത് മറ്റ് ഗവേഷകർക്ക് അത് ആവർത്തിച്ചു പരിശോധിക്കാൻ അവസരം നൽകൽ. ഈ പ്രക്രിയയിൽ വിജയിക്കുന്ന ആശയങ്ങളാണ് പിന്നീട് ശാസ്ത്രീയ അറിവിൻ്റെ ഭാഗമായി മാറുന്നത്. ഇതാണ് ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാന പ്രവർത്തന രീതി. കാലം മാറിയാലും ഇതിന് മാറ്റമില്ല. അതുകൊണ്ട് തന്നെ ആയുർവേദത്തെയും ഇതേ മാനദണ്ഡങ്ങൾ ഉപയോഗിച്ചാണ് നമുക്ക് പരിശോധിക്കേണ്ടത്. ശാസ്ത്രം ഒരിക്കലും നിശ്ചലമായ ഒരു അറിവല്ല. അത് നിരന്തരം സ്വയം തിരുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയാണ്. ഇന്ന് ശരിയെന്ന് തോന്നുന്ന ഒരു കാര്യം നാളെ കൂടുതൽ മികച്ച തെളിവുകൾ ലഭിച്ചാൽ ശാസ്ത്രം തിരുത്തും. അത് ശാസ്ത്രത്തിൻ്റെ ബലഹീനതയല്ല, മറിച്ച് അതിൻ്റെ ഏറ്റവും വലിയ ശക്തിയാണ്. അതുകൊണ്ട് ഒരറിവിൻ്റെ പ്രായമല്ല പ്രധാനം, അതിന് പിന്നിലുള്ള തെളിവുകളുടെ ശക്തിയാണ്. ലോകത്തിലെ എല്ലാ പുരാതന വൈദ്യശാസ്ത്രങ്ങളെയും ഇന്ന് ഇതേ മാനദണ്ഡം ഉപയോഗിച്ചാണ് പരിശോധിക്കുന്നത്. ആയുർവേദം മാത്രമല്ല, ചൈനീസ് മെഡിസിൻ, യുനാനി, പുരാതന ഗ്രീക്ക് മെഡിസിൻ എല്ലാം ആധുനിക ക്ലിനിക്കൽ പരീക്ഷണങ്ങളിലൂടെ വീണ്ടും വിലയിരുത്തപ്പെടുന്ന കാലമാണിത്. ചില ആശയങ്ങൾ ശരിയാണെന്ന് തെളിയുന്നു, ചിലത് ഭാഗികമായി ശരിയാണെന്ന് കണ്ടെത്തുന്നു, ചിലത് ഉപേക്ഷിക്കപ്പെടുന്നു. ഇതാണ് ശാസ്ത്രത്തിൻ്റെ സ്വാഭാവിക പ്രക്രിയ. ഇവിടെയാണ് ആയുർവേദത്തെക്കുറിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഉയരുന്നത്. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് രേഖപ്പെടുത്തിയ ആ അറിവുകളിൽ ഇന്ന് ആധുനിക ശാസ്ത്രീയ പരിശോധനകളെ അതിജീവിച്ചത് ഏതൊക്കെയാണ്? ഏതൊക്കെ ചികിത്സാ രീതികളാണ് ക്ലിനിക്കൽ പരീക്ഷണങ്ങളിലൂടെ ഫലപ്രദമാണെന്ന് തെളിയിക്കപ്പെട്ടിട്ടുള്ളത്? ഏതൊക്കെ ഔഷധങ്ങൾക്കാണ് ശാസ്ത്രീയ തെളിവുകളുള്ളത്? ഏതൊക്കെ അവകാശവാദങ്ങളാണ് ഇപ്പോഴും തെളിവുകൾക്കായി കാത്തിരിക്കുന്നത്? ഇവയൊന്നും വികാരങ്ങളുടെ അടിസ്ഥാനത്തിൽ തീരുമാനിക്കാനാവില്ല. ആയുർവേദം പറയുന്ന കാര്യങ്ങളെ ആധുനിക ശാസ്ത്രവും ബയോളജിയും ഫാർമക്കോളജിയും ക്ലിനിക്കൽ ഗവേഷണങ്ങളും എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഈ 2 ലോകങ്ങളെയും നേർക്കുനേർ നിർത്തി ലഭ്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഓരോ വിഷയവും നമുക്ക് പരിശോധിക്കാം. ഒരു കാര്യം വ്യക്തമാക്കട്ടെ, ഈ പരമ്പരയുടെ ലക്ഷ്യം ആയുർവേദത്തെ മഹത്വവൽക്കരിക്കുകയോ അന്ധമായി തള്ളിക്കളയുകയോ അല്ല. തെളിവുകൾ എവിടേക്കാണോ വിരൽ ചൂണ്ടുന്നത് അങ്ങോട്ടേക്കാവും നമ്മളും പോകുന്നത്. മനുഷ്യ ശരീരം എന്തൊക്കെ ഘടകങ്ങൾ കൊണ്ടാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്? ഇന്ന് നമുക്ക് അതിൻ്റെ ഉത്തരം വളരെ വ്യക്തമായി അറിയാം. മനുഷ്യ ശരീരം അവയവങ്ങൾ കൊണ്ടാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. അവയവങ്ങൾ വിവിധ തരം കലകൾ അഥവാ ടിഷ്യൂസ് കൊണ്ടാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. കലകൾ കോശങ്ങൾ അഥവാ സെല്ലുകൾ കൊണ്ടാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. കോശങ്ങൾ വിവിധ കോശഘടകങ്ങൾ കൊണ്ടും അവ തന്മാത്രകൾ, മോളിക്യൂളുകളും ആറ്റങ്ങളും കൊണ്ടും നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു.
ഇതാണ് ഇന്ന് ആധുനിക ജീവശാസ്ത്രം മനുഷ്യ ശരീരത്തെക്കുറിച്ച് നൽകുന്ന ചിത്രം. പക്ഷേ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ആളുകൾക്ക് മൈക്രോസ്കോപ്പ് ഉണ്ടായിരുന്നില്ല, എക്സ്റേ ഉണ്ടായിരുന്നില്ല, CT സ്കാനും MRIയും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കെ മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള അവരുടെ അറിവ് എങ്ങനെയാണ് രൂപപ്പെട്ടത്? അവർ എന്തൊക്കെയാണ് നിരീക്ഷിച്ചത്? എന്തൊക്കെയാണ് മനസ്സിലാക്കിയത്? എവിടെയാണ് അവർ ശരിയായിരുന്നത്? എവിടെയാണ് പിന്നീട് ശാസ്ത്രം തിരുത്തലുകൾ വരുത്തിയത്? ഇവിടെ ഒരു കാര്യം പ്രത്യേകം മനസ്സിലാക്കണം. ശാസ്ത്രം എന്നത് പരീക്ഷണങ്ങൾ മാത്രം നടത്തുന്ന ഒരു പ്രക്രിയയല്ല. ശാസ്ത്രത്തിൻ്റെ തുടക്കം പലപ്പോഴും ഒരു ചോദ്യത്തിൽ നിന്നാണ്, അല്ലെങ്കിൽ ഒരു പുതിയ ചിന്തയിൽ നിന്ന്. ചരിത്രത്തിലെ പല മഹത്തായ ശാസ്ത്രീയ സിദ്ധാന്തങ്ങളും ആദ്യം മനുഷ്യരുടെ മനസ്സിലാണ് രൂപം കൊണ്ടത്. ഉദാഹരണത്തിന് ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ ആപേക്ഷികതാ സിദ്ധാന്തം നിരവധി ചിന്താ പരീക്ഷണങ്ങളുടെ തോട്ട് എക്സ്പെരിമെൻറ്റുകളുടെ ഫലമായിരുന്നു. അതുപോലെ മാക്സ് പ്ലാങ്ക് ക്വാണ്ടം സിദ്ധാന്തത്തിന് തുടക്കമിട്ടത് അന്നത്തെ പരീക്ഷണ ഫലങ്ങളെ വിശദീകരിക്കാൻ തൻ്റെ ചിന്തയിൽ നിന്ന് രൂപം കൊണ്ട ഒരു പുതിയ ആശയം മുന്നോട്ട് വെച്ചുകൊണ്ടാണ്. സയൻസിൻ്റെ ഭാഷയായ ഗണിതം രൂപപ്പെട്ടതും വികസിച്ചതും ചിന്തകളിലൂടെയും ചിന്താ പരീക്ഷണങ്ങളിലൂടെയും സങ്കല്പങ്ങളിലൂടെയുമാണ്. അതായത് ശാസ്ത്രത്തിൽ ചിന്തയ്ക്ക് വലിയ സ്ഥാനമുണ്ട്, പക്ഷേ ചിന്തയ്ക്ക് അവസാന വാക്കില്ല. ആയുർവേദത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ചരകൻ യഥാർത്ഥത്തിൽ ഒരു സഞ്ചാരിയായിരുന്നു. ചരൻ എന്നാൽ സഞ്ചരിക്കുന്നവൻ എന്നാണ് അർത്ഥം. ഭാരതത്തിൽ ഉടനീളം സഞ്ചരിച്ച് പ്രകൃതിയെയും മനുഷ്യരെയും നിരീക്ഷിച്ചാണ് അദ്ദേഹം അറിവുകൾ ശേഖരിച്ചത്. അദ്ദേഹത്തിൻ്റെ കണ്ടെത്തലുകൾക്ക് പിന്നിൽ 3 പ്രധാന ശാസ്ത്രീയ രീതികൾ ഉണ്ടായിരുന്നു. ഒന്നാമത്തേത് പഞ്ചേന്ദ്രിയ പരീക്ഷണം. ഇന്നത്തെ ഡോക്ടർമാർ സ്റ്റെതസ്കോപ്പും തെർമോമീറ്ററും ഉപയോഗിക്കുമ്പോൾ ചരകന്റെ കാലത്ത് 5 ഇന്ദ്രിയങ്ങളെയാണ് ഉപകരണങ്ങളാക്കിയത്. രോഗിയുടെ ശ്വാസത്തിൻ്റെ ശബ്ദം കേൾക്കാൻ അദ്ദേഹം കാതോർത്തു. ചർമ്മത്തിൻ്റെ താപനിലയും നാഡിമിടിപ്പും കൈകൾ കൊണ്ട് തൊട്ടറിഞ്ഞു. വ്രണങ്ങളുടെയും ശരീരത്തിൻ്റെയും ഗന്ധം നോക്കി രോഗാവസ്ഥ തിരിച്ചറിഞ്ഞു. അതായത് ഏത് കാലത്തായാലും രോഗിയെ നിരീക്ഷിച്ചു വിലയിരുത്തുന്നതിലൂടെ മാത്രമേ രോഗകാരണത്തിലേക്കും ചികിത്സയിലേക്കും രോഗശമനത്തിലേക്കും എത്താൻ കഴിയൂ എന്ന വൈദ്യശാസ്ത്രത്തിൻ്റെ അടിസ്ഥാന നിയമമാണിത്. അന്നത്തെ സാഹചര്യത്തിൽ നേരിട്ട് കണ്ടും കേട്ടും സ്പർശിച്ചും ആണ് അറിഞ്ഞിരുന്നത് എന്നു മാത്രം. ഏതാനും പതിറ്റാണ്ടുകൾക്ക് മുമ്പ് എല്ലാ ഓപ്പറേഷനും ശരീരം തുറന്നായിരുന്നു ചെയ്തിരുന്നത്. എന്നാൽ കാലം കഴിഞ്ഞപ്പോൾ കീഹോൾ സർജറിയും റോബോട്ടിക് സർജറിയും ഒക്കെ വന്നു. സർജറിയുടെ അടിസ്ഥാന തത്വങ്ങൾ നിലനിർത്തി തന്നെ പുതിയ സാങ്കേതിക വിദ്യകളെ സ്വീകരിക്കുക എന്നതാണ് ഇവിടെയും ചെയ്യുന്നത്. കേൾക്കുമ്പോൾ വിചിത്രമായി തോന്നാം, പക്ഷേ ചരകൻ പ്രമേഹം അഥവാ ഡയബറ്റിസ് കണ്ടെത്തിയത് എങ്ങനെയാണെന്നറിയാമോ? ചില രോഗികളുടെ മൂത്രത്തിലേക്ക് ഉറുമ്പുകൾ കൂട്ടത്തോടെ ആകർഷിക്കപ്പെടുന്നത് അദ്ദേഹം നിരീക്ഷിച്ചു. അതിൽ നിന്നാണ് മൂത്രത്തിൽ മധുരത്തിൻ്റെ സാന്നിധ്യമുണ്ടെന്ന് അദ്ദേഹം കണ്ടെത്തിയത്. ഇതിനെ അദ്ദേഹം മധുമേഹം എന്നാണ് വിളിച്ചത്. ആധുനിക കാലത്ത് ലബോറട്ടറിയിൽ ടെസ്റ്റ് ട്യൂബ് വഴി കണ്ടെത്തുന്ന കാര്യം ചരകൻ പ്രകൃതിയിലെ നിരീക്ഷണത്തിലൂടെ എന്ന് കണ്ടെത്തി. രണ്ടാമത്തേത് അഗ്നി അഥവാ മെറ്റബോളിസ സിദ്ധാന്തം. നമ്മുടെ ജീവൻ നിലനിൽക്കുന്നതും വളരുന്നതുമെല്ലാം നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് കൊണ്ടാണല്ലോ. ആ ഭക്ഷണമാണ് നമ്മുടെ ശരീരത്തിലെ അടിസ്ഥാന ഘടകങ്ങളായി മാറുന്നത്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം എങ്ങനെയാണ് രക്തവും മാംസവും അസ്ഥിയുമായി മാറുന്നത് എന്ന് ചരക സംഹിതയിൽ കൃത്യമായി വിവരിക്കുന്നുണ്ട്. വയറ്റിലെ ദഹനപ്രക്രിയ തകരാറിലാകുമ്പോൾ ശരീരത്തിൽ ആമം അഥവാ ടോക്സിനുകൾ ഉണ്ടാകുന്നുവെന്നും ഇതാണ് ക്യാൻസർ അഥവാ അർബുദം ഉൾപ്പെടെയുള്ള വലിയ രോഗങ്ങൾക്ക് കാരണമാകുന്നതെന്നും ചരകൻ അന്ന് പറഞ്ഞു വെച്ചു. ഇന്ന് ആധുനിക മെഡിസിനും ഇതേ ഗട്ട് ഹെൽത്ത് അഥവാ ദഹനാരോഗ്യത്തിന് വലിയ പ്രാധാന്യമാണ് നൽകുന്നത്. അതായത് വിവിധ കാലങ്ങളിലൂടെ ഈ ആധുനിക കാലത്ത് എത്തിയപ്പോഴും പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെ ഉറപ്പിച്ചു പറയുന്ന തെളിയിക്കപ്പെട്ട അംഗീകരിക്കപ്പെട്ട വസ്തുത. മൂന്നാമത്തേത് പ്രകൃതിയുമായുള്ള ബന്ധം. ഋതുക്കൾ അഥവാ സീസണുകൾ മാറുന്നതിനനുസരിച്ച് ശരീരത്തിലെ വാതം, പിത്തം, കഫം എന്നിവയിൽ മാറ്റമുണ്ടാകുന്നു. അതുകൊണ്ടാണ് രോഗം വരാതിരിക്കാൻ ദിനചര്യ അഥവാ ഡെയിലി റുട്ടീനും ഋതുചര്യയും സീസണൽ റുട്ടീനും അദ്ദേഹം നിർദ്ദേശിച്ചത്. അതായത് ചികിത്സയേക്കാൾ പ്രതിരോധത്തിന് ചരകൻ മുൻഗണന നൽകി. വാതം, പിത്തം, കഫം എന്ന ത്രിദോഷങ്ങൾ അവയുടെ ആധുനിക വീക്ഷണത്തിൽ കൂടിയുള്ള കാഴ്ചപ്പാടുകൾ
നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ വിശദമായി ചർച്ച ചെയ്യാം. സുഹൃത്തുക്കളെ, ഇന്നത്തെ മെഡിക്കൽ ഷോപ്പുകളിൽ നമ്മൾ കാണുന്ന ഫാർമക്കോപ്പിയ അല്ലെങ്കിൽ മരുന്നുകളുടെ ഡയറക്ടറി പുരാതന ഭാരതത്തിൽ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അതാണ് ആയുർവേദത്തിലെ ദ്രവ്യ നിഘണ്ടു. പ്രകൃതിയിലെ ഒരു പുൽക്കൊടി പോലും വെറുതെയല്ല, അതിനും ഒരു ഔഷധ ഗുണമുണ്ട് എന്ന് ചരകനും ഭാവമിശ്രനുമൊക്കെ പറഞ്ഞു. ഒരു ചെടിയുടെ രുചി മുതൽ അത് ദഹിച്ചു കഴിഞ്ഞാൽ ശരീരത്തിൽ ഉണ്ടാകുന്ന മാറ്റം വരെ, അതായത് മെറ്റബോളിക് ചേഞ്ചസ് കൃത്യമായി രേഖപ്പെടുത്തിയ ലോകത്തിലെ ആദ്യത്തെ മെഡിക്കൽ എൻസൈക്ലോപീഡിയയാണിത്. ആയുർവേദത്തിലെ ദ്രവ്യഗുണ വിജ്ഞാനീയത്തിൻ്റെ അഥവാ ഫാർമക്കോളജിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അടിത്തറയാണ് ദ്രവ്യ നിഘണ്ടുക്കൾ. ലളിതമായി പറഞ്ഞാൽ പ്രകൃതിയിലെ ഔഷധ സസ്യങ്ങൾ, ധാതുക്കൾ, ജീവികളിൽ നിന്നുള്ള ദ്രവ്യങ്ങൾ എന്നിവയുടെ ഗുണങ്ങളും അവ എങ്ങനെ ഉപയോഗിക്കണം എന്നും കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുള്ള ആയുർവേദിക് ഫാർമക്കോപ്പിയ ആണിത്. ആധുനിക ശാസ്ത്രത്തിൽ സസ്യങ്ങളെ വർഗീകരിച്ച് അതിൻ്റെ ഗുണങ്ങളും പ്രത്യേകതകളും അനുസരിച്ച് ബൊട്ടാണിക്കൽ നെയിമുകൾ നൽകാറില്ലേ? അതുപോലെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് സസ്യങ്ങളെ അവയുടെ ഗുണങ്ങളുടെ അടിസ്ഥാനത്തിൽ വർഗീകരിച്ച ഡോക്യുമെന്റേഷനാണിതൊക്കെ. ഒരു ചെടിയെ മരുന്നായി തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് ദ്രവ്യ നിഘണ്ടു പ്രകാരം അതിനെ 5 ശാസ്ത്രീയ ഘടകങ്ങളിലൂടെ പരിശോധിക്കുന്നു. ഇതിനെ രസപഞ്ചകം എന്നാണ് വിളിക്കുക. ചെടിയുടെ രുചി എന്താണ്? അത് മധുരം, പുളി, ഉപ്പ്, എരിവ്, കയ്പ്, കവർപ്പ്. രുചി വെറുതെയല്ല, അത് ശരീരത്തിലെ ദോഷങ്ങളെ സ്വാധീനിക്കും. ഉദാഹരണത്തിന് കയ്പ് കഫത്തെയും പിത്തത്തെയും കുറയ്ക്കും. ഗുണം അഥവാ പ്രോപ്പർട്ടീസ്, സ്വഭാവം, ആ ദ്രവ്യത്തിൻ്റെ ഭൗതിക സ്വഭാവം, അത് ശരീരത്തിന് ചൂടുണ്ടാക്കുന്നതാണോ തണുപ്പ് നൽകുന്നതാണോ തുടങ്ങിയ 20 ഗുണങ്ങൾ ഇതിലൂടെ നിശ്ചയിക്കുന്നു. വീര്യം, പൊട്ടൻസി, മരുന്നിൻ്റെ ആക്ഷൻ റേറ്റ് നിശ്ചയിക്കുന്നത് വീര്യമാണ്. ഇത് പ്രധാനമായും 2 തരത്തിലാണ്. ഉഷ്ണവീര്യം അഥവാ ചൂടുണ്ടാക്കുന്നത്, ശീതവീര്യം തണുപ്പുണ്ടാക്കുന്നത്. വിപാകം, ഭക്ഷണം ദഹിച്ചതിന് ശേഷം ശരീരത്തിൽ ഉണ്ടാക്കുന്ന മാറ്റം. ഒരുപക്ഷെ മധുരമുള്ള ഒരു പഴം ദഹിച്ചു കഴിയുമ്പോൾ അത് എരിവുള്ളതായി, കടുകടുപ്പമുള്ളതായി മാറാം. പ്രഭാവം, ശാസ്ത്രീയമായി വിശദീകരിക്കാൻ പറ്റാത്ത എന്നാൽ ചെടിക്ക് മാത്രമുള്ള പ്രത്യേക ഔഷധ ഗുണം. ഉദാഹരണത്തിന് ഒരേ ഗുണങ്ങളുള്ള 2 ചെടികളിൽ ഒന്ന് മാത്രം വയറിളക്കാൻ സഹായിക്കുന്നത് അതിൻ്റെ പ്രഭാവം കൊണ്ടാണ്. ഇതുവരെ പറഞ്ഞതിൽ എവിടെയെങ്കിലും നിങ്ങൾക്ക് അശാസ്ത്രീയത തോന്നിയോ? അന്ധമായി അനുകൂലിക്കുകയോ എതിർക്കുകയോ ചെയ്യാതെ യുക്തിയും ശാസ്ത്രബോധവും ഉപയോഗിച്ച് ചിന്തിക്കൂ. ഈ പരമ്പരയിൽ നമ്മൾ ഒരു പക്ഷത്തും നിൽക്കുന്നില്ല. ചിലപ്പോൾ നമ്മൾ അത്ഭുതപ്പെടും, ചിലപ്പോൾ നിരാശപ്പെടും. പക്ഷേ ഓരോ നിഗമനവും ഒരേ ഒരു മാനദണ്ഡത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും: അറിവുകളും തെളിവുകളും. അപ്പോൾ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ഈ പരമ്പരയിലെ അടുത്ത എപ്പിസോഡ് അടുത്ത ഞായറാഴ്ച രാവിലെ 11:30. നന്ദി, നമസ്കാരം.